ഞാൻ അങ്ങനെ ഫോൺ വയ്ക്കുന്നതല്ല മുത്തശ്ശി. ഇപ്പോ സസ്പെൻഷനിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഫോൺ സൈലന്റ് ആക്കി വെച്ചു. അത് മാറ്റാൻ പറ്റിയില്ല. അവനെന്തേ ജഗദീഷ്? അവന് നിന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞമ്മാവന് പെട്ടെന്ന് കമ്പനിയിൽ നിന്ന് വിളി വന്നു. അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാ വക്കീലിനെ കാണാൻ പോയത്. മീനാക്ഷിയുടെ മുൻകൂർ ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്താ മുത്തശ്ശി ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? മുത്തശ്ശി എന്താ ഇങ്ങനെ? എങ്ങനെ? മുത്തശ്ശി വല്ലാതെ മാറിപ്പോയി. അനുഭവങ്ങളല്ലേ മനുഷ്യരെ പലതും പഠിപ്പിക്കുന്നത്. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വന്നു. മുത്തശ്ശി മീനാക്ഷിയെ തെറ്റിദ്ധരിക്കുന്നത് മഹാകഷ്ടമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ആ വാള് കാണാതെ പോയതിന്റെ പിന്നിൽ മീനാക്ഷിക്ക് യാതൊരു പങ്കുമില്ലെന്ന്. അത് ഞാൻ ഏൽപ്പിച്ചിരുന്നത് അവളെയാ. അവൾക്കതിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ എനിക്കത് അംഗീകരിക്കാനാവില്ല. ആ വാള് പണ്ട് ടിപ്പു സുൽത്താൻ അടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ചെമ്പകമംഗലത്തെ ഈ വക ഒരു കോലാഹലങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ദേ, ആ വാള് തപ്പി ഇന്ന് ഇവിടെ വന്ന ഒരാള് കാട്ടിക്കൂട്ടിയ പരാക്രമണങ്ങൾ വല്ലതും നീ അറിഞ്ഞോ കാർത്തി? വാള് തപ്പി ഇവിടെ വന്നോ? ആര്? അതിന്റെ റിസീവറോ? റിസീവറൊന്നും അല്ല, നിന്റെ അമ്മായി ഇന്ദ്രജയുടെ ഹസ്ബൻഡ് ചന്ദ്രഗിരി. ചന്ദ്രഗിരി ദേവരാജനോ? അയാള് ഇവിടുത്തെ വാളുമായിട്ട് എന്താ ബന്ധം? എനിക്കറിയില്ല എന്റെ കാർത്തി. കാട്ടുകരടിക്ക് പേ പിടിച്ച പോലെ അയാൾ ഇവിടെ കിടന്ന് അലറുകയായിരുന്നു. അയാളിതേ നിന്റെ മുത്തച്ഛനെ കോണിപ്പടിയിന്ന് താഴെ തള്ളിയിട്ടു. ദേ, അച്ഛന്റെ കൈയും കാലും നടുവൊക്കെ പപ്പട പൊടിയും പോലെ തളർന്നിരിക്ക. വേണ്ടാന്ന് ക്ഷമിക്കും തോറും ഇങ്ങോട്ട് വന്ന് കേറുകയാണല്ലോ. അച്ഛന്റെ സ്വന്തം പെങ്ങളല്ലേന്ന് കരുതിയാ ഇത്രയും കാലം ക്ഷമിച്ചത്. ഇനി ക്ഷമിക്കാൻ ഞാൻ തയ്യാറല്ല. ഇല്ല മുത്തശ്ശി, എന്റെ മുത്തശ്ശന്റെ ദേഹത്ത് കൈവച്ചവനെ ഞാൻ വെറുതെ വിടില്ല. ഇവൻ ചെന്ന് അയാളോട്ട് അടിപിടി ഉണ്ടാക്കാനാ ഞാൻ ഈ വേല വെച്ചത്. ഇനി ഇതിവര് കലക്കുമല്ലോ. തോൽക്കും തോറും അവര് മുന്നേറും. അതിനുള്ള അവസരം ഇനി കൊടുക്കരുത്. ഇതിന് പകരം ചോദിച്ചിട്ടാണ് കാര്യം. പോവരുത് അമ്മയെ പറയുന്നത്. എടാ, നിന്നോട് ഞാനില്ലേ പറഞ്ഞത് പോവണ്ടാന്ന്? അവനെ നന്ദിനി വിറപ്പിച്ചാ വിട്ടത്. കൈമളേട്ട് അവന്റെ കരുണത്തൊന്ന് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ അത് മതി. ഇനി വന്നാ അപ്പ നോക്കാം നമുക്ക്. സാവിത്രി, കാർത്തിമോനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോ. ചെല്ലടാ. മഹാവീരനായ കർണൻ വരെ വിരാട രാജ്യത്തു നിന്നും തോറ്റോടിയിട്ടുണ്ട്. പിന്നെയാണ് ഈ ചന്ദ്രഗിരി ദേവരാജൻ. ദുബായിൽ വച്ച് എന്റെ ശത്രുക്കളായ 3 സായിപ്പന്മാര് ഡെസേർട്ട് സഫാരിക്കിടയിൽ ഒറ്റയടിക്ക് വെട്ടിക്കൊന്നു. എന്നിട്ട് മണലാരണ്യത്തിൽ കുഴിച്ചിട്ടു. ഒരു മനുഷ്യ ജീവി അറിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ CCTV ഇല്ല സാറേ. CCTV കണ്ടാലും എന്നെ ആരും പിടിക്കത്തില്ല. ചേക്കന്മാർക്ക് വരെ എന്നെ വലിയ പേടിയല്ലേ. ഒരു ഓപ്പറേഷൻ ആവുമ്പോ ചിലതൊക്കെ പരാജയപ്പെടും, ചിലത് വിജയിക്കും. പക്ഷെ പരാജയത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ഓപ്പറേഷൻ നടത്താൻ. ദൈവമേ, തല്ലിക്കൊല്ലാതെ ആ പോലീസുകാർ വിട്ടത് ആരുടെ ഭാഗ്യം കൊണ്ടാണോ ആവോ. ആ വനിതാ പോലീസ് ചെവി അടച്ചു തന്ന ഒരു അടി പുകഞ്ഞു പോയി മുടിഞ്ഞൊരു വാട്. ഇനി കേരളത്തിൽ പഴയതുപോലെ രക്ഷയില്ല. തിരുനെൽവേലിക്ക് കടക്കാം. അവളടുത്ത് വണ്ടിയോട്ട്. മീനാക്ഷി അല്ലേ? അതെ അതെ, ഞാൻ ഈ നാട്ടിൽ വന്നിറങ്ങിയപ്പോഴേ നിന്നെ കുറിച്ച് ഒത്തിരി കേട്ടു. മാഡം, ആരും മനസ്സിലായില്ലല്ലോ. നിന്റെ കാമുകൻ അറിയാം എന്നെ, കാർത്തിക്കിന്. ഞാൻ സഹീറ, പുതുതായി ചാർജ് എടുത്ത ACP. മാഡം, അത്
വണ്ടി എടുക്ക. അങ്ങനെ അങ്ങ് പോവാതെ. എന്റെ കുഞ്ഞ് അതിനകത്തുണ്ട്. നിക്കടി, നിന്റെ ഒരു കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ അവൻ അവർക്ക് വിറ്റതാ. മിണ്ടാതടി. നീ എന്തിനാ ഈ വീട്ടിൽ വന്നേ? ചോദിച്ചത് കേട്ടില്ലേടി? നീ എന്തിനിവിടെ വന്നൂന്ന്? ഞാൻ വന്നത് എന്റെ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോവാന്, അതിന്റെ കൂടെ ചെമ്പകമംഗലത്ത് നിന്ന് നഷ്ടപ്പെട്ട വാളും കൂടി കണ്ടെത്താന്. വാളോ? എന്നിട്ട് വാള് കണ്ടെത്തിയോ? ഇല്ല. പിന്നെ ഞാനിവിടെ വന്നപ്പോ അത് ശരി. അങ്ങനെയാണെങ്കിലേ അവളെ ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്യണമല്ലോ.